Welcome everyone. Welcome back to another video of Project Report. So last video വരെ നമ്മൾ കുറച്ച് ടൂൾസ് പഠിച്ചു യൂണിറ്റിയുടെ ആൻഡ് മെറ്റീരിയൽസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇൻ ദിസ് വീഡിയോ നമ്മൾ ഇനി അങ്ങോട്ട് റിജിഡ് ബോഡി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Then there is colliders, അതുപോലെ ഫിസിക്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന കുറച്ച് കോൺസെപ്റ്റ്സും കൂടെ ഉണ്ട് ബേസിക് ആയിട്ടുള്ളത്. So we are going to cover that in today's video, right? So let's go. So എല്ലാവരും നിങ്ങളുടെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. So once you have opened the project you go. First നിങ്ങൾ ചെയ്യേണ്ടത് we are going to create a simple 3D plane. Okay? ഒരു plane create ചെയ്യാം. അതുപോലെ തന്നെ we are going to create a cube. Okay, cube ആണ് നമുക്ക് സ്ഫിയർ. we are going to create a sphere, right? Okay, ഇനി ഞാൻ എങ്ങനെയാണ് സ്ഫിയറിനെ കുറച്ചൊരു ഹൈറ്റിൽ വെക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അത് വെക്കുന്നത് എന്നുള്ളത് അറിയാലോ. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു 5 ടൂൾസ് ഉണ്ട്. അതിനകത്ത് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എനിക്ക് മുകളിലേക്കാണ് വെക്കേണ്ടത്. സോ ദ ഗ്രീൻ ആരോ ഞാൻ എൻ്റെ ഹൈറ്റ് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്ലെയിനും ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പക്ഷേ ഇതിപ്പോ നിങ്ങൾക്ക് സെന്റർ ആണ് എന്ന് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി സെന്റർ അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഒരിക്കലും നടുക്ക് പിടിച്ചൊരു ഒബ്ജക്റ്റ് നീക്കരുത് എന്നുള്ളത്. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നടുക്ക് പിടിച്ച ഒബ്ജക്റ്റ് നീക്കുകയാണ്. ഓക്കെ, ഇതിപ്പോ ഏകദേശം നമുക്ക് സീനുവിനകത്ത് ഈ ബോർഡിന്റെ സെന്ററിൽ വരുന്ന പോലെ വെക്കാം. ഓക്കെ, പക്ഷേ ആക്ച്വലി ഇത് സെന്ററിൽ ആണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കുകയാണ്. സെന്റർ അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സിംഗിൾ ആരോസ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്. സോ ലൈക്ക് കണ്ടോ, പല ആംഗിളിൽ നിന്ന് നോക്കുക. ആ ആംഗിളിൽ ഏത് ആരോ ആണോ കാണുന്നത് ആ ആരോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ മേക്ക് ഇറ്റ് ഇൻടു പെർഫെക്റ്റ് സെന്റർ സ്പോട്ട്. ഇപ്പൊ ഞാൻ ഇതിനൊരു ടോപ്പ് വ്യൂ എന്നൂടെ നോക്കാം. ഇപ്പൊ ഇതൊരു പെർഫെക്റ്റ് സിംഗിൾ സെന്ററിലാണ്, റൈറ്റ്? സോ അതുകൊണ്ടാണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി ഇതിന്റെ മൂവ്മെന്റ് ടൂൾസ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് സീൻ വ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് നിങ്ങൾക്കിപ്പം ഇതിന്റെ അറൗണ്ട് ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് സിംപ്ലി ആരോസ് യൂസ് ചെയ്യുക. റൈറ്റ്, ലെഫ്റ്റ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. സോ റൈറ്റും ലെഫ്റ്റും സെയിം, റൈറ്റും ലെഫ്റ്റും പോകാനായിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് പോകാനായിട്ട്. പക്ഷെ നമുക്ക് ക്യാമറയുടെ വ്യൂ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഐയുടെ സിമ്പിൾ വരും. എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. അതിന്റെ ഒപ്പം ഈ ആരോസ് കൂടെ യൂസ് ചെയ്യുക. ആക്ച്വലി ആരോസിന് പകരം നമ്മൾ ഗെയിമിംഗ് കീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. യു ഹാവ് WSAND. സോ ഇതിപ്പം ഞാൻ ഈ റൈറ്റ് ക്ലിക്ക് ഇങ്ങനെ ചെയ്ത് ഐയുടെ സിമ്പിൾ വരുമ്പോഴത്തേനും ഞാൻ D ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ദ ലെഫ്റ്റ്. എന്നിട്ട് എനിക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാണുന്നുണ്ടോ? ലൈക്ക് ദിസ്. Similarly, A ഞെക്കി കഴിഞ്ഞാൽ it will go to the left. See, D is to the right, A is to the left. You see that? Similarly, W അടുത്തേക്ക് പോവാൻ, S പുറകിലേക്ക് പോവാൻ. We have two more controls, Q and E. E is for up and Q is for down. So ഈ 4 കൺട്രോൾസ് വിത്ത് ലെഫ്റ്റ് ക്ലിക്ക് ഓഫ് മൗസ് അത് വെച്ചിട്ടാണ് നമ്മൾ സീൻ വ്യൂവിനകത്ത് മൂവ്മെന്റ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇത് നിങ്ങൾ പതുക്കെ പഠിച്ച് ചെയ്യുക. സോ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ പ്ലെയിൻ കണ്ടില്ലേ, ഇപ്പൊ ഇരിക്കുന്ന ഈ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഈ പ്ലെയിനെ ഒന്ന് വലം വെക്കുക. 1 റൗണ്ട് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒന്ന് വലം വെക്കുക കംപ്ലീറ്റ്ലി. ഇവിടുന്ന് തുടങ്ങി അവിടെ തന്നെ എത്തണം നമ്മൾ, റൈറ്റ്? ഞാനിപ്പോ ഇത് തിരിച്ചവിടെ തന്നെ എത്തി. ഇതിനുശേഷം ഇതിനുശേഷം വീണ്ടും റിവേഴ്സ് വന്ന വഴി തന്നെ തിരിച്ചു പോവുക. ദിസ് ടൈം വി ആർ യൂസിങ് ലെഫ്റ്റ് ക്ലിക്ക് ആൻഡ് A. പതുക്കെ ധൃതി വെക്കണ്ട, സിംഗിൾ ക്ലിക്കിലൊന്നും ചെയ്ത് നോക്കണ്ട, പതുക്കെ ചെയ്താൽ മതി. Then similarly up and down കൂടെ ചെയ്യുക.
ഇപ്പം ഇങ്ങനെ ഇനി ഈ വെച്ചിട്ട് ഇതുപോലെ തന്നെ അപ്പും ഡൗണും കൂടെ ചെയ്യാം. ഒന്ന് ഈ അറ്റത്തു നിന്ന് ആ അറ്റം വരെ പോവുക, റൈറ്റ്? അതുപോലെ തന്നെ തിരിച്ചും വരിക. ക്ലിയർ? സോ ഇതാണ് ഇതിന്റെ കൺട്രോൾ. സോ കൺട്രോൾസ് മറക്കണ്ട. ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണെങ്കിൽ യൂസ് യുവർ ആരോസ്. There is the right and the left arrows up and down. Okay, but proper ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ഓഫ് the mouse, right? Left click ചെയ്ത് പിടിക്കുമ്പോൾ you will have a right click ചെയ്ത് പിടിക്കുമ്പോൾ you will have a I symbol. ആ right click ചെയ്ത് പിടിച്ചതിന് ശേഷം you will have to use a drag of the മൗസിന്റെ ഡ്രാഗും അതുപോലെ തന്നെ കീസ്, ഗെയിമിംഗ് കൺട്രോൾ കീസ്. That is W is for forward, S is for back, A is for left, D is for right, E is for up, and Q is for down. Clear ana everyone? So this is the basic control. So this is how you control the scene view. Basically നമുക്ക് ആ scene view അകത്ത് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യണം, അതിന്റെ അറൗണ്ട് പോകണം, പല സ്ഥലങ്ങളിലും നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ we need to know these controls. Fine. ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്. സീൻ വ്യൂ എന്ന് പറയുന്നത് ഇസ് എ 3D എൻവയൺമെന്റ്, റൈറ്റ്? സോ നമ്മളുടെ റിയൽ വേൾഡിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം ലെറ്റ്സ് സേ റിയൽ വേൾഡിൽ രണ്ട് വെഹിക്കിൾസ് തമ്മിൽ ഇടിച്ചു എന്ന് വിചാരിക്കുക. ഇഫ് രണ്ട് വെഹിക്കിൾ തമ്മിൽ ഇടിക്കുമ്പോൾ there will be some reaction, എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. Now provided I create the same conditions, അതേ കണ്ടീഷൻസ് ഞാൻ ഇതിനകത്തും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ആക്സിഡന്റ് ഒന്ന് സിമുലേറ്റ് ചെയ്താൽ ആ സെയിം റിയാക്ഷൻ അവിടെ എന്ത് റിയൽ വേൾഡിൽ എന്ത് റിയാക്ഷൻ നടന്നു അതേ റിയാക്ഷൻ എനിക്ക് ഇവിടെ കിട്ടും. ബട്ട് പ്രൊവൈഡഡ് എല്ലാ കണ്ടീഷൻസും സെയിം ആയിരിക്കണം. അതായത് വെഹിക്കിളിന്റെ വെയിറ്റ്, സർഫസ്, എയർ ഫ്ലോ, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം, ഗ്രാവിറ്റി ഉൾപ്പെടെ, റൈറ്റ്? സോ നമുക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് നടക്കുന്നോ അതിന് നമ്മളൊരു റിയാക്ഷൻ കൊടുക്കുമ്പോഴാണ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു എ ഗെയിം, അല്ലെങ്കിൽ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു എ സ്പെസിഫിക് തിങ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഞാൻ ഇപ്പൊ റിയൽ വേൾഡില് ഞാൻ ജസ്റ്റ് ഒരു ബോൾ മോളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഐ ജസ്റ്റ് റേസ് എ ബോൾ ലൈക്ക് ദിസ്, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് തന്നതും താഴേക്ക് വീഴും. അത് ഇതിനകത്തും അങ്ങനെ സംഭവിക്കും. ഞാൻ ആ കണ്ടീഷൻസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തും അങ്ങനെ സംഭവിക്കും. ആ ബോൾ താഴെ വീഴുമ്പോൾ ഞാൻ എന്ത് റിയാക്ഷൻ കൊടുക്കുന്നു എന്നതിനനുസരിച്ചാണ് എന്റെ ഗെയിം പ്ലേ മാറാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ ബോള് ഗ്രൗണ്ടുമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ ഇഫ് ഐ ക്രിയേറ്റ് ആൻ എക്സ്പ്ലോഷൻ, ഒരു എക്സ്പ്ലോഷന്റെ എഫക്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോംബായി, റൈറ്റ്? അതേപോലെ തന്നെ ഇപ്പം ചില ഗെയിംസിനൊക്കെ ബൂബി ട്രാപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. ഇറ്റ്സ് ലൈക്ക് ഒരു ചെറിയൊരു ജെല്ലി പോലത്തെ ബോൾ, ആ ബോൾ ആരെങ്കിലും കാലിലേക്കൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ആളവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത പോലെ നിൽക്കും, ബൂബി ട്രാപ്പ് പോലെ, റൈറ്റ്? അതും സെയിം ആണ്, ബോൾ തന്നെയാണ്. അത് ചെന്ന് എവിടെയെങ്കിലും ഇടിക്കുമ്പോൾ അവിടെയുള്ള റിയാക്ഷൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. സോ റിയാക്ഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഗെയിം പ്ലേ ചെയ്യും. ഞാനിപ്പോ ജസ്റ്റ് ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം ജസ്റ്റ് നമ്മൾ മുകളിൽ നിന്ന് ഒരു ബോൾ ഇടുന്ന ഇതിലേക്ക് ഒന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, റൈറ്റ്? ഞാൻ ഓൾറെഡി ഒരു ബോളും ഒരു പ്ലെയിനും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിലെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ റിയൽ വേൾഡിൽ ഇത് സംഭവിക്കുന്നതിന്റെ കാരണം എന്തോ, അതായത് ഒരു ബോൾ ഞാൻ ഇങ്ങനെ മുകളിൽ നിന്ന് റിലീസ് ചെയ്ത് അത് താഴേക്ക് വരുന്നതിന്റെ കാരണം ഇസ് ഗ്രാവിറ്റി, റൈറ്റ്? യൂണിറ്റിക്കകത്തും അതായത് ഈ 3D സ്പേസിലും ഗ്രാവിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്ലേ ബട്ടൺ കണ്ടോ? ഞാനിപ്പോ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെയിം പ്ലേ ആവും, അല്ലെങ്കിൽ ഈ സീൻ പ്ലേ ആവുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? പക്ഷേ ഞാൻ ഇവിടെ ഇപ്പൊ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാ കണ്ടീഷൻസും മാച്ച് ചെയ്തിട്ടില്ല. സോ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പോവാണ്, റൈറ്റ്? വിൽ ട്രൈ. ഒന്നെങ്കിൽ ഇവിടെ മുകളിലത്തെ പ്ലേ ബട്ടൺ ഞെക്കിയാൽ മതി, അതല്ല എന്നുണ്ടെങ്കിൽ ദ ഷോർട്ട് കട്ട് കീസ് കൺട്രോൾ പി. സോ ലെറ്റ്സ് ട്രൈ കൺട്രോൾ പി. ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ്, ബട്ട് നത്തിങ് ഇസ് ഹാപ്പനിങ്. കണ്ടോ, പ്ലേ ആയി പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ദാറ്റ് ഇസ് ബിക്കോസ് ഗ്രാവിറ്റി ഈ 3D വേൾഡിലുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാ കണ്ടീഷൻസും കറക്റ്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്ത് കണ്ടീഷനാണ് പെൻഡിങ് എന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ലെറ്റ്സ് സേ റിയൽ വേൾഡില് ഗ്രാവിറ്റി ഒരു ഒബ്ജക്റ്റിനെ മുകളിൽ എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് വെയിറ്റ് വേണം, റൈറ്റ്? വെയിറ്റ് ഓർ മാസ് അതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഒബ്ജക്റ്റിനെ ഗ്രാവിറ്റി എഫക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല.
റൈറ്റ്. ഇവിടെ ജസ്റ്റ് ഒരു സ്പിയർ മാത്രമേ ഉള്ളൂ, അതായത് അതിന്റെ ഒരു ഔട്ടർ ഷെല്ലുണ്ട്, റൈറ്റ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ അവിടെയാണ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സാധനം അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാൻ പോകുന്നത്, വിച്ച് ഇസ് റിജിഡ് ബോഡി. റൈറ്റ്. റിജിഡ് ബോഡിയാണ് യൂണിറ്റിക്കകത്ത് ഏതൊരു ഒബ്ജക്റ്റിനും വെയിറ്റ് കൊണ്ടുവരുന്നത്. വെയിറ്റ് മാത്രമല്ല, വേറെ ഒരുപാട് പ്രോപ്പർട്ടീസ് റിജിഡ് ബോഡി കൊണ്ടുവരും. സോ റിജിഡ് ബോഡി എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കോമ്പോണന്റ് ആണ്. റൈറ്റ്. കോമ്പോണൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന എവിടെയാ? ഇൻസ്പെക്ടർ പാനൽ. എന്തിനാണ് നമ്മളിപ്പോ ആഡ് ചെയ്യാൻ പോകുന്നത്? സ്പിയറിന് വേണ്ടി. കാരണം സ്പിയറിനെയാണ് ഗ്രാവിറ്റി എഫക്ട് ചെയ്യേണ്ടത്. പ്ലെയിനെ എഫക്ട് ചെയ്തിട്ട് പ്ലെയിൻ താഴെ പോകും. പ്ലെയിൻ നമുക്ക് അവിടെ തന്നെ ഒന്നാണ്, സ്പിയർ ആണ് താഴെ വന്ന് വീഴുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? സ്പിയർ സെലക്ട് ചെയ്യും. ഇവിടെ സ്പിയർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ പാനൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അവിടെ ആഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അവിടെ ജസ്റ്റ് ടൈപ്പ് ഇൻ റിജിഡ് ബോഡി, RIGID. റിജിഡ് ബോഡി ഉണ്ട്, റിജിഡ് ബോഡി 2D ഉണ്ട്. ഗോ ഫോർ റിജിഡ് ബോഡി. ഇപ്പൊ റിജിഡ് ബോഡി ആഡ് ആയിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ കണ്ടോ, ഫസ്റ്റ് യൂണിറ്റ് ഇസ് മാസ്. മാസ് വന്നിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിന് ഇപ്പം വെയിറ്റിംഗ്. ഇതല്ലാണ്ട് വേറെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ബട്ട് ഫോർ നൗ മാസ്. ഇപ്പൊ ഇതിന് വെയിറ്റ് വന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും നോക്കാം. ലെറ്റ് സീ വാട്ട് ചേഞ്ചസ് ഹാപ്പൻ. ആ സ്പിയർ താഴെ വീണു, ഫെൽ ഡൗൺ. അത് അവിടെ ചെന്ന് ഇടിച്ച് നിൽക്കുകയും കൂടെ ചെയ്യും. ക്ലിയർ? അപ്പോ നമ്മൾ റിയൽ വേൾഡിലെ ആ കണ്ടീഷൻ അവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഏതൊക്കെ? അതിന് വെയിറ്റ് വേണം എന്നുള്ള കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. റിയൽ വേൾഡിലെ സെയിം റിയാക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. ക്ലിയർ? ഈ റിയൽ വേൾഡിലെ എല്ലാ കാര്യങ്ങളും, അതായത് നടക്കേണ്ട ഫിസിക്കൽ കാര്യങ്ങളെല്ലാം ഏകദേശം അതുപോലെ തന്നെ ഇതിനകത്ത് നടക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പ്ലെയിൻ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് വെക്കുകയെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒന്ന് സൈഡ് ചരിച്ച് വെക്കുക. ചരിക്കാൻ ഏതായിരുന്നു ടൂള്? റൊട്ടേറ്റ് ടൂൾ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്ന റൊട്ടേറ്റ് ടൂൾ. സോ പ്ലെയിൻ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിന്റെ ഏതെങ്കിലും ഒരു ആംഗിളിൽ ഒന്ന് ചരിച്ച് വെക്കുക. ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വെക്കാൻ. റിയൽ വേൾഡിലാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ. ഇവിടെ അത് തന്നെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കൺട്രോൾ T. ലെറ്റ്സ് വാച്ച്. കംപ്ലീറ്റ്ലി കണ്ടോ? സോ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ്, ഈ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെ ഒരു ലൈൻ ഓഫ് കോഡ് പോലും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടൈപ്പില്. ഇത് കോഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആയിട്ട് തന്നെയുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് മേക്സ് യൂണിറ്റി ഈസി. ക്ലിയർ? രണ്ടാമത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൊളൈഡർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റിയാണ്. ഓക്കെ, ഞാൻ ഈ പ്ലെയിൻ ഒന്ന് തിരിച്ചാക്കാൻ പോവാം. റൊട്ടേറ്റ് ടൂൾ വെച്ച് തന്നെ നിങ്ങൾക്ക് തിരിച്ചാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻസ്പെക്ടർ പാനലിൽ ട്രാൻസ്ഫോം കമ്പോണന്റ് എന്താണെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതാണ് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, റൊട്ടേഷൻ, സൈസ്. ഇത് മൂന്നും അവിടെയാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഇപ്പൊ റൊട്ടേഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയണ്ടോ? ഇസഡ് ആക്സിസിൽ 17.731 റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 0 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ പോലെ ആവും. സോ ഞാനിത് 0 ആക്കാൻ പോവാം. ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ചു വെക്കണം. ഓക്കെ, ഞാനിപ്പോ ആദ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, പല ഇതായി. ഇത് അഗൈൻ 1 by 1 ക്ലിക്ക് ചെയ്ത് എനിക്ക് 0 ആക്കാം. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ വെരി ഈസി എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രാൻസ്ഫോം കമ്പോണന്റിന്റെ റൈറ്റ് സൈഡിൽ there is a small 3 dots. അത് ക്ലിക്ക് ചെയ്യുക. റീസെറ്റ് പ്രോപ്പർട്ടി, നമ്മൾ മേക്ക് ചെയ്ത ചേഞ്ചസ് അൺഡു ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്? റീസെറ്റ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക. റീസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടീസും റീസെറ്റ് ആവും. പക്ഷെ എനിക്കിപ്പം വേറെ ഒന്നും റീസെറ്റ് ആവില്ല, ജസ്റ്റ് റൊട്ടേഷൻ മാത്രം. മൂവ്മെന്റ് ഒക്കെ ഞാൻ കറക്റ്റ് ആണ് വെച്ചേക്കുന്നത്, മൂവ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് വെച്ചേക്കുന്നത്. സോ റീസെറ്റ് ചെയ്താൽ അതും റീസെറ്റ് ആവും. അത് വേണ്ട, ജസ്റ്റ് റീസെറ്റ് പ്രോപ്പർട്ടി ആൻഡ് റൊട്ടേഷൻ. ക്ലിയർ? സോ ഇറ്റ് ഇസ് ബാക്ക് ടു നോർമൽ. റൈറ്റ്? സോ ഇനി നെക്സ്റ്റ് വൺ ഇസ് വാട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളൈഡർ. ഓക്കെ, കൊളൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിക്കകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ചുറ്റിലും ഒരു ഫ്രെയിം പോലൊരു സാധനം കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റും. നോർമലി ഇതിനകത്ത് ബിൽഡിംഗ് ഒബ്ജക്ട്സിനെല്ലാം ഉണ്ട്, നമ്മൾ പുറത്തുനിന്ന് ഇത് ചെയ്യുവാണെങ്കിലും അതിനുണ്ടാവും. ഇതിനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്.
ഫോർ us ദിസ് ഇസ് എ കൊളൈഡർ. ഒരു പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് ഒരു വയർ ഫ്രെയിം ആവാം, റൈറ്റ്? ഇതിന്റെ ചുറ്റിലുള്ള ഒരു വയർ ഫ്രെയിം, ഇതിന്റെ ഒരു ഷേപ്പ്, അങ്ങനെയൊക്കെ പറയാം. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്ജക്റ്റിന്റെ ഈ ഔട്ട്വേർഡ് അപ്പിയറൻസ് അങ്ങ് ഓഫ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നിരുന്നു ഒരു ഒബ്ജക്റ്റിന് എന്താണ് ഇതിന്റെ കളറും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. മെഷ് ഫിൽട്ടർ ആണ് അതിന്റെ ഷേപ്പ് കൊടുക്കുന്നത്, മെഷ് റെൻഡർ ആണ് അതിന്റെ കളർ കൊടുക്കുന്നത്. ഇനി ഇതേ ഷേപ്പിൽ തന്നെ കൊളൈഡറും കൂടെ ഉണ്ട്. കൊളൈഡർ ആണ് അതിന്റെ ഒരു എന്താ പറയാ ഫ്രെയിം കൊടുക്കുന്നത്. ഐ ഷോ യു കൊളൈഡർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഞാനിപ്പോ തൽക്കാലം ഇതിന്റെ ഔട്ട്വേർഡ് അപ്പിയറൻസ് ഒന്ന് ഓഫ് ചെയ്യാണ്. ഔട്ട്വേർഡ് അപ്പിയറൻസ് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മെഷ് റെൻഡർ ഓഫ് ചെയ്താണ്. സി കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഈ ഒരു ഗ്രീൻ ഫ്രെയിം, ഇതാണ് കൊളൈഡർ എന്ന് പറയുന്നത്. ഇതിന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ വ്യൂവിൽ നമുക്കിത് കാണാൻ പറ്റും, പക്ഷെ ഗെയിം വ്യൂവിൽ, അതായത് ഗെയിം കളിക്കുന്ന ഒരാൾക്ക് ഇത് കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ സാധനം ഇപ്പോഴും ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടോ? കാണിച്ചുതരാം. ലെറ്റ്സ് ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് ക്ലിക്ക് കൺട്രോൾ P. കാണാനായിട്ട് അങ്ങനത്തെ സാധനം അവിടെ ഇല്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ബോർഡ് താഴോട്ടാവണം. പക്ഷെ പോകുന്നുണ്ടോ? കാരണം എന്താണ്? അവിടെ ആ ഒരു ഫ്രെയിം ഇരിപ്പുണ്ട്. അത് നമുക്ക് സീൻ വ്യൂവിൽ കാണാം, ഗെയിം വ്യൂവിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വി ഹാവ് ലോട്ട് ഓഫ് ട്രിക്സ്. ഇത് വെച്ചിട്ട് കുറച്ച് ട്രിക്സ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഗെയിംസ് കളിച്ചവർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ സെയിം സാധനം തന്നെ എനിക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഇതിന്റെ ഈ ഗ്രീൻ വയർ ഫ്രെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ അപ്പിയറൻസ് ഓൺ ആക്കും. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഗെയിം വ്യൂവിലും അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഒരു പ്ലെയിൻ ഉണ്ട് അവിടെ. ലെറ്റ്സ് ക്ലിക്ക് കൺട്രോൾ P. എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ആദ്യത്തെ കേസില് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയില്ല, പക്ഷെ അത് അവിടെ വന്ന് ഇടിച്ചിരുന്നു. രണ്ടാമത്തെ കേസിൽ ഒബ്ജക്റ്റ് നമുക്ക് കാണാം, പക്ഷെ അത് അതിനകത്തൂടെ പോയി. സോ കൊളിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഇടിക്കുന്നതിനെ നമ്മൾ കൊളിഷൻ എന്നാണ് പറയുന്നത്. സോ കൊളിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകൾക്കും കൊളൈഡേഴ്സ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് റിജിഡ് ബോഡിയും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കൊളിഷൻ വർക്ക് ചെയ്യുള്ളൂ. ഐ ഹോപ്പ് ഐ മേക്ക് മൈസെൽഫ് ക്ലിയർ. രണ്ട് ഒബ്ജക്ട്സിനും കൊളൈഡേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിനെങ്കിലും അറ്റ്ലീസ്റ്റ് റിജിഡ് ബോഡി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കൊളിഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഷുവർ. സ്പിയറിനും ഉണ്ട് ഇതുപോലെ തന്നെ ഒരു കൊളൈഡർ. ഓക്കെ, ഇതിന്റെ ഔട്ട്വേർഡ് അപ്പിയറൻസ് ഓഫ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സി, സോ ആക്ച്വലി കൊളിഷൻ നടക്കുന്നത് എന്ത് തമ്മിലാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ കൊളൈഡർ ഔട്ട്വേർഡ് അപ്പിയറൻസ് ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. പ്ലെയിനിന്റെ കൂടെ ഞാൻ ഓഫ് ചെയ്യാം. ഔട്ട്വേർഡ് അപ്പിയറൻസ് ഓഫ് ചെയ്തിട്ട് കൊളൈഡർ ഓൺ ആക്കാം. സി, ഇത് രണ്ടും തമ്മിലാണ് ആക്ച്വൽ കൊളിഷൻ നടക്കുന്നത്. ക്ലിയർ ആണ്? ഇത് കൊളൈഡർ ഓരോന്നിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് മാറും. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് പ്ലെയിൻ ആയതുകൊണ്ടാണ് ഈ കൊളൈഡർ. ഇപ്പൊ സ്പിയർ ആണെങ്കിൽ സ്പിയറിന്റെ ഷേപ്പിനനുസരിച്ച് വി ഹാവ് സ്പിയർ കൊളൈഡർ. ഇപ്പൊ ഞാൻ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യൂബിന് എന്നിട്ട് ഞാൻ ക്യൂബിന്റെ അപ്പിയറൻസ് ഓഫ് ചെയ്യാൻ പോകും. യു ഹാവ് എ ബോക്സ് കൊളൈഡർ, റൈറ്റ്? ദെൻ ദേർ ഈസ് സിലിണ്ടർ. സിലിണ്ടറിന് എന്ത് കൊളൈഡറാണ് നമുക്ക് നോക്കാം. ക്യാപ്സ്യൂൾ കൊളൈഡർ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി then we have plane we have mesh collider. So ഓരോന്നിനും അതിൻ്റെതായ സൂട്ടബിൾ ആയിട്ടുള്ള കൊളൈഡേഴ്സ് ഉണ്ട്. ഇനി പുറത്തുനിന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സ്വേർഡ്, അങ്ങനത്തെ ടൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറത്ത് ഡിസൈൻ ചെയ്തിട്ടാണ് കൊണ്ടുവരാറുള്ളത്. സോ അതങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം അതിന്റെ കൊളൈഡറും കൂടെ നമ്മൾ ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അതിനെ ഡിസൈൻ ചെയ്യും, എന്നിട്ടേ നമുക്ക് തരുള്ളൂ. ക്ലിയർ? സോ ദിസ് ഇസ് ഓൾ അബൌട്ട് കൊളൈഡർ. ഓക്കെ, സോ ഇതായിരുന്നു കൊളൈഡറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സോ ഇന്ന് നമ്മൾ ആകെ നോക്കിയിട്ടുള്ളത് രണ്ട് കാര്യമാണ്. എനിക്ക് ഒരു ഇതും കൂടെ നോക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ഇനഫ് ടൈം. വീഡിയോ കുറച്ച് ഒത്തിരി ലെങ്തി ആയി പോകും ആൻഡ് ഇറ്റ് വിൽ ബി ബോറിംഗ് ഫോർ യു ഗൈസ്. സോ റൈറ്റ് നൗ വിൽ സ്റ്റോപ്പ് ഹിയർ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. വൺ ഇസ് എ റിജിഡ് ബോഡി
ആൻഡ് വൺ ഇസ് എ കൊളൈഡർ. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞു തന്നെ. ഇപ്പൊ ഞാൻ ഈ സ്പിയർ ക്ലിക്ക് ചെയ്തപ്പോ എനിക്ക് 5 ടൂൾസ് അല്ല കാണുന്നത്, അല്ലെങ്കിൽ 6 ടൂൾസ് അല്ല, ഒരു 7th ഒരു ടൂളും കൂടെ ഉണ്ട്. Can you see this? ഈ ഒരു ടൂള് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ലെറ്റ് മീ എഡിറ്റ് മൈ കൊളൈഡർ. എനിക്ക് എന്റെ കൊളൈഡർ എഡിറ്റ് ചെയ്യാൻ പറ്റും. കൊളൈഡറിന്റെ സൈസ് ഇത് എഡിറ്റ് ചെയ്ത എന്താ ഗുണം എന്ന് അറിയാവോ? ഇപ്പം സ്പിയറിനെക്കാട്ടിലും ഒത്തിരി വലുതാണ് ഈ സ്പിയറിന്റെ കൊളൈഡർ. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ അടിച്ച് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. റൈറ്റ്, ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇനിയിപ്പോ ഇങ്ങനെ കാണിക്കുന്നില്ല എന്തെങ്കിലും കാരണവശാൽ എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഏത് ഒബ്ജക്റ്റിന്റെ കൊളൈഡർ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ലെറ്റ്സ് സേ ഫോർ ക്യൂബ് ഞാൻ സെലക്ട് ചെയ്തു. ക്യൂബിന്റെ ഇവിടെ റൈറ്റ് സൈഡിൽ കോമ്പോണൻസിൽ ബോക്സ് കൊളൈഡറിന്റെ അവിടെ എഡിറ്റ് കൊളൈഡർ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ ക്ലിയർ. ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ യൂസ് ഒരു പക്ഷേ ചിലർക്ക് ഇതിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. GTA പോലൊരു ഗെയിം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും ഒരു കാറിന്റെ ഡോറിന്റെ അടുത്തെത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് വരും. എന്ത്? ക്ലിക്ക് എൻ്റർ ടു എൻ്റർ ദി കാർ. എങ്ങനെയായിരിക്കും അത് സംഭവിക്കുന്നതെന്ന് അറിയോ? കാറിന്റെ ഡോർ വിൽ ബി ഇൻ എ സർട്ടൻ ഷേപ്പ്. അതിന്റെ ഷേപ്പിൽ ഒരു കൊളൈഡർ ഉണ്ടാവും. പക്ഷേ ആ കൊളൈഡർ നമ്മൾ എഡിറ്റ് കൊളൈഡർ വെച്ച് ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കും. കൊളൈഡർ മാത്രം കുറച്ച് വലുതായിരിക്കും. ഗെയിം കളിക്കുന്ന ഒരാൾക്ക് അത് കാണാൻ പറ്റുമോ? കാണത്തില്ല. കാരണം കൊളൈഡേഴ്സ് ഗെയിം വ്യൂവിൽ കാണത്തില്ല. അപ്പൊ കൊളൈഡർ ആക്ച്വലി ഇത്ര ഉണ്ടാവും, ഡോർ ഇത്ര ഉണ്ടാവും. കളിക്കുന്നത് എന്താ കാണുന്നത്? ഡോർ മാത്രം. പക്ഷെ കൊളൈഡർ ഇത്ര ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? ഒരാൾ നടന്നു വന്ന് ഈ കൊളൈഡർ ഇടിക്കുമ്പോ തന്നെ നമുക്ക് ആ പോപ്പപ്പ് വരും. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്. നിങ്ങൾ കളിച്ച പല ഗെയിംസും ഈ ഒരു കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇനി ഇതെല്ലാം ഒന്ന് റീതിങ്ക് ചെയ്യുക. ഐ തിങ്ക് ദിസ് വിൽ ബി എ ഗുഡ് എക്സസൈസ് ഫോർ യു ഗൈസ്. ഓക്കെ, സോ ഞാൻ അധികം നീട്ടുന്നില്ല. ഐ തിങ്ക് വി ഹാവ് ഹാഡ് ഇനഫ് ഫോർ ദിസ് വീഡിയോ. 2 കാര്യങ്ങൾ, കൊളൈഡർ ആൻഡ് റിജിഡ് ബോഡി. സോ ഐ ഹോപ്പ് you guys enjoyed the video. If you did, please do like, share and subscribe, and also make sure you try out whatever you are learning. Allah ennundengil idu parante കാര്യമില്ല. So see you again in another episode. So this is Benin signing off for now. Thank you.